വക്കീലേ ನೋಡಿ ಸರ್ ಎಲ್ಲ ಒರಿಜಿನಲ್ ಇದ್ದಾರೆ. കുറച്ച് വിക്കുണ്ടെങ്കിൽ സിറ്റിങ്ങിന് ചാർജ് ചെയ്യുന്ന ആളാ ഇരിക്കുന്നതിന് അതൊരു ലീഗൽ ടേമാണ്. ದಯವಿಟ್ಟು ಹೆಲ್ಪ್ ಮಾಡಿ ಸರ್. ಕೇರಳವಾ? യെസ് സർ. ಬೆಂಗಳೂರಲ್ಲಿ ಹಿಂಗೆಲ್ಲ ನಡೀತೆ ರೀ. ದಿಸ್ ಆಲ್ ಹ್ಯಾಪನ್ಸ್ ಇನ್ ಬ್ಯಾಂಗ್ಳೂರ್. ಡೋಂಟ್ ವರಿ, ಐ ಆಮ್ ಹಿಯರ್. ಶೆಟ್ಟಿ ಸರ್, ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ರೀ. ಶೆಟ್ಟಿ ಸರ್ ಕಾರ್ ಬಂತ್ರಿ. ಬನ್ನಿ. ആരോ വണ്ടി ഇടിച്ച്? ಒಂದ್ 2 ಗ್ಲಾಸ್ ಕಾಫಿ ತನ್ರಿ. ಶೆಟ್ಟಿ ಸರ್ ಬಂದಿದ್ದಾರೆ. ಬೇರೆ ಏನ್ ಕೊಡ್ಲಿ ಶೆಟ್ಟಿ ಸರ್? ಏನ್ ಬೇಡ. ಬೇಡವಾ? ಯಾಕೆ ಸರ್, ಏನಾಯ್ತು? ಇವ್ರದ್ದು ಡಾಕ್ಯುಮೆಂಟ್ ಏನು ಸರಿಯಾಗಿಲ್ಲ ಸರ್. ಹುಡುಗರ ಯಾರೋ ಚೀಟಿಂಗ್ ಮಾಡ್ತಾರೆ. ಡಾಕ್ಯುಮೆಂಟಾ? ಜಾಗ ಓನರ್ ಯಾರ್ರಿ? ಇಲ್ಲಿದಾರಲ್ಲ ಅವರೇ ಓನರು. ನೀವೇನಾ? ಹಾಂ ಹೌದು, ಅವ್ರು ಇವ್ರಿಗೆ ಮಾರಾಟ ಮಾಡಿದ್ದಾರೆ. ಸರಿ, ಡಾಕ್ಯುಮೆಂಟ್ ತೋರಿಸಿ. ಸ್ವಲ್ಪ ನೋಡಿ ಸರ್. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ಏಯ್ ಸರ್, ಡಾಕ್ಯುಮೆಂಟ್ ಎಲ್ಲ ಕರೆಕ್ಟ್ ಆಗಿದೆ ಅಲ್ರಿ? ಕಾರ್ಪೊರೇಷನ್ ರಿಜಿಸ್ಟ್ರೇಷನ್ ಬೇರೆ ಇದೆ ಅಲ್ರಿ? ಮತ್ತೇನ್ರಿ ಕಿರಿಕೋ? ಇಲ್ಲ ಸರ್, ಒರಿಜಿನಲ್ ಎಲ್ಲ ನಮ್ಮ ಹತ್ರ ಇದೆ. ಕಿರ್ಸ್ಬೇಡ್ರಿ, ಇಲ್ಲಿ ಕಿರ್ಸ್ಬೇಡ್ರಿ, ಕೋರ್ಟ್ಗೆ ಹೋಗಿ ಕಿರ್ಸ್ರಿ. നിങ്ങളുടെ ഡോക്യുമെന്റ് വ്യാജമാണെന്നും സ്ഥലത്തിന്റെ ഉടമസ്ഥൻ ഈ നിൽക്കുന്ന ആളാണെന്നും ഈ ഉടമസ്ഥൻ ഷെട്ടിക്ക് വിറ്റതായിട്ടുള്ള രേഖകളും അവരുടെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ രജിസ്ട്രേഷനും നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ಇನ್ಸ್ಪೆಕ್ಟರ್ ನೋಡಿ ಸ್ವಲ್ಪ. ಸರಿ ಶೆಟ್ಟಿ ಸರ್, ಬೇಜಾರು ಮಾಡ್ಕೊಳ್ಬಿಡಿ, ನಾನು ನೋಡ್ಕೊಳ್ತೀನಿ ಇದು. ರೀ ವಕೀಲ್ರೆ, ಇಫ್ ಯು ಗೋ ಟು ದ ಕೋರ್ಟ್, ನೀங்க ಸೋತ್ போட்றாங்க, ಯು ವೋಂಟ್ ವಿನ್ ದ ಕೇಸ್. ದ பெஸ்ட் திங் இஸ் நான் ஷெட்டி கிட்ட பேசுறோம், நீங்க ಸ್ವಲ್ಪ അഡ്ജസ്റ്റ്മെന്റ് பண்ணி ಸ್ವಲ್ಪ സില്ലറ വാങ്ങി പോയിടുங்க. ചില്ലറ വാങ്ങി സ്കൂട്ടാവണമെന്ന് ഞങ്ങൾ ആലോചിച്ചോളാം. പിന്നെ ഷെട്ടി ഇവനെങ്ങനെ ചവിട്ടി പുറത്താക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പാടാ ಬೇಡ. ಗೂಬೆಗಳಿಗೆ ಏನು ಅರ್ಥ ಆಗಲ್ಲ ರೀ. ನನ್ನ ಮಕ್ಕಳು ತಿರುಗಾ ಬಂದ್ರ. ഏയ് क्या कर रहे हो बे? ആരാടാ അത്? മാവനിറക്കിയ പിള്ളേര് കൊള്ളാം. നല്ല വില വരാം അല്ലേ? അന്നേ നിനക്കൊന്ന് തരണം എന്ന് ഞങ്ങളുടെ സ്ഥലം കയ്യേറുമല്ലോടാ. ഒളിച്ച പത്ത് കളിക്കാനുള്ള തടിയാ. എടോ, താനാണോ ശ്രീരാമ ഷെട്ടി? അടിക്കലിന് മുമ്പ് കരയണോ? അല്ലെ ഏത് അടിച്ചെന്നാലും ഈ കവറിട്ടോമാരൊക്കെ കള്ളന്മാരാ. കോപ്പന്മാര് ഒരു തുള്ളി പോലും വെച്ചിട്ടില്ല. ഷെട്ടി വിട്ടു. അവന്റെ അമ്മയുടെ ബോഡി അല്ല പിന്നെ തല്ലി വിട്ടാണല്ലോ. ചേട്ടാ ഇവനെ ഒന്ന് ഇടിക്കോ? അല്ലെ ഇവൻ നാട്ടിപ്പോ എല്ലായിടത്തും പറയും ഇവൻ ഓടിയായിരുന്നു.
ബുധനാഴ്ച നീയാ തുറക്കണ്ടേ? ആരടാ ആരടാ തമ്പി ബോംബ് இருக்கா உங்ககிட்ட? എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുണ്ടാ? പുറത്തുണ്ട്. பரவாயில்ல என்கிட்ட இருக்க. ಕಾಲ್ ಆಚೆ ಇಟ್ಟು ಸರಿ ಮಲ್ಕೋ. എന്താ വയ്യേ? 2 ഒടിവ് കൂടുതലുണ്ടായിരുന്നു. ആണോ? എനക്കിട്ട് കിട്ടണ കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ബോധം പോയി. ബോധം വന്നപ്പോഴേക്കും ഇവിടെ പോരൽ തുടങ്ങി. എന്താടാ? ഇവൻ അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ആവേശത്തിന് കൂടെ നിന്ന. ആ ഷെട്ടിയും കുറേ പേരും കൂടെ റൂമിൽ കയറി വന്നിട്ട് ഒരു ഷഡ്ഡി പോലും ഇടാൻ സമ്മതിക്കാതെ അടിച്ച് ചുരുട്ടിക്കളഞ്ഞടാ. എന്നിട്ട് എൻ മലയിലെ ജാഗർ നിലനിന്ന നോട്ടുടെ ശൂലമിട്ട് ഗുമസ്തിനി എന്നൊക്കെ പറഞ്ഞു. എന്തുവാടേത് അത് എന്ന് പറഞ്ഞാൽ ഇനിമേലാൽ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ പോരുകാളെ വിട്ട് കുത്തിക്കുമെന്ന്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എടാ, ഞാനിന്ന് രാവിലെ പാല് മേടിക്കാൻ പോയപ്പോൾ ഇവന്മാരെല്ലാരും കൂടെ എന്നെ കയറി വളഞ്ഞു. ഞാൻ പിന്നെ അവരുടെ കാല വീണ കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി ബാംഗ്ലൂർ കണ്ടേക്കല്ലെന്നാ പറഞ്ഞിരിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ തല്ലിനും പിടിക്കൊന്നും പോണ്ടാന്ന്. മാമനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. നീ ആ വക്കീലിൽ നിന്ന് വിളിച്ചേ. ഒന്ന് സുപ്രമ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. മാമാ എവിടെ പോയി കിടക്കുക? ഞാനിങ്ങ് പോന്നടാ. ഇവിടെ നെല്ലിന് മരുന്നടിക്കുക. ആ ഷെട്ടിമാരെല്ലാം കൂടെ തിരിച്ചു തല്ലിയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക. വേഗം വന്നാൽ കാണാം. അല്ല, നിങ്ങൾ എന്ത് പണി കാണിച്ച്? എടാ, നമ്മളൊരു നാട്ടിൽ ചെന്ന് അവിടെ ഉള്ളവരെ തല്ലിക്കഴിഞ്ഞാൽ അതൊക്കൊന്ന് ആറി തണുക്കുന്നവരെ നമ്മളൊന്ന് മാറിക്കണ്ടേ? മാമ മാറി കണ്ടില്ലേ? ഞാനാണെങ്കിൽ ആ തിരക്കിന്റെ ഇടയിൽ നിങ്ങളോട് പറയാനും മറന്നുപോയി. എന്നാ ശരി, വെക്കല്ലേ? മാമ മുങ്ങി. സുപ്ര, ആ പാവം പിടിച്ച പിള്ളേരെയൊക്കെ തല്ലു കൊള്ളിച്ചല്ലേ? താൻ തന്റെ പണി നോക്കിയാ മതി കേട്ടാ. ദേ, കൂടുതൽ കളിച്ച വൈകുന്നേരം 1000ന്റെ നോട്ടങ്ങ് തരും കൂലിയായിട്ട്. പെട്ടുപോകും. എല്ലാ കള്ളപ്പണക്കാരും ഞങ്ങൾ പിടിക്കും കേട്ടാ. ഫോട്ടോ എടുത്തേ ഡൽഹിയിൽ അയച്ചു കൊടുക്കും. രാജ്യദ്രോഹികളും ഒറ്റത്തിനും വിടില്ല. സ്വാതി, അത് ആ ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തുറന്നപ്പോ എന്നിട്ട് സ്ഥലം തിരിച്ചു കിട്ടിയോ? അത് പിന്നെ അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. ഓ, അവര് വേറെ ഡോക്യുമെന്റ് കൊണ്ടുവന്നു. വെറുതെ അലമാര കളഞ്ഞത് മിച്ചം. എന്നെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ ചേട്ടന് തോന്നിയോ? എന്നിട്ട് എന്നോട് യൂബർ വിളിച്ചു വന്നോളെ. അത് ഞാൻ ആ സ്ഥലത്തിന്റെ പിറകെ ഒന്നും പറയണ്ട.